അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ഈ വർഷം മാർച്ചിലെ വാർഷിക പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെ? പേജ് 46 ചോദ്യത്തിന്റെ ഉത്തരവും അതോടൊപ്പം തന്നെ പോസ്റ്റർ തയ്യാറാക്കുന്ന വിധവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കാം. സ്കൂൾ പാചകപ്പുരയ്ക്ക് ആവശ്യമായ 10 കറിവേപ്പ് തൈ നടുന്നത് കുട്ടി കർഷകനായ അഭിജിത്ത് ശ്രീനിവാസ രാമാനുജൻ 5C. ചടങ്ങിൽ PTA പ്രസിഡന്റ് അസ്കർ അലി അധ്യക്ഷത വഹിക്കും. ഈ പരിപാടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കുക. ഈ പരിപാടിയോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പരിപാടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അറിയിപ്പാണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അറിയിപ്പാണ്. ഈ അറിയിപ്പ് എങ്ങനെ തയ്യാറാക്കും? അറിയിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. പരിപാടിയുടെ പേര് വേണം. എന്ത് പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ഹെഡിങ്ങിൽ അല്പം വലുതാക്കി എഴുതണം. എന്ന്, എവിടെ, എപ്പോൾ. ഈ പരിപാടി എന്നാണ് നടക്കുന്നത്, എവിടെ വെച്ച്, എപ്പോൾ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പ്രോഗ്രാം അല്ലെങ്കിൽ ചടങ്ങ് ചുരുക്കി എഴുതുക. എന്തൊക്കെ ചടങ്ങാണ്? ഇവിടെ ഉദ്ഘാടനം എന്നും തൈ നടൽ എന്നൊക്കെ പറഞ്ഞു. ഇതേപോലെയുള്ള ചടങ്ങുകൾ എന്തൊക്കെയുണ്ട് എന്ന് ചുരുക്കി എഴുതണം. അറിയിപ്പ് നൽകുന്ന ആളുടെ പേര്. ഈ നോട്ടീസ് തയ്യാറാക്കുന്ന, ഈ പോസ്റ്റ് തയ്യാറാക്കുന്ന ആളുടെ പേര് നമ്മൾ ഏറ്റവും അടിയിൽ വെക്കണം. അറിയിപ്പ് നൽകുന്ന തീയതി, അതോടൊപ്പം തന്നെ ഈ അറിയിപ്പ് കൊടുക്കുന്ന തീയതിയും നമ്മൾ ഏറ്റവും അടിയിൽ വെക്കണം. ഇത്രയും വെച്ചതിന് ശേഷം ഒരു ബോർഡർ, അതായത് ഒരു ചുറ്റും ചതുരം വരയ്ക്കുക. അതാണ് ബോർഡർ. പിന്നെ അതിനുള്ളിൽ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളൊരു ബോർഡർ തയ്യാറാക്കി അതിനുള്ളിലാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് അതിനാവശ്യമായ ഹെഡിങ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് UP സ്കൂളിൽ പാചകപ്പുരയ്ക്ക് ആവശ്യമായ 10 കറിവേപ്പ് തൈ നടന്നു. തീയതി ജനുവരി 21, 2025 10 മണിക്ക്. തീയതിയും സമയവും അവിടെ കൊടുത്തിട്ടുണ്ട്. തൈ നടുന്നത് കുട്ടി കർഷകൻ അഭിജിത്ത് ശ്രീനിവാസ രാമാനുജൻ 5C. അധ്യക്ഷൻ, അതതിന്റെ തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, അസ്കർ അലി PTA പ്രസിഡന്റ്. എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കുമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയത്. 5C എന്നുള്ളത് ബ്രാക്കറ്റിൽ, അതുപോലെ PTA പ്രസിഡന്റ് എന്നുള്ളതും ബ്രാക്കറ്റിൽ. ഇതേപോലെ ഒരു പരിപാടിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ളവരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ അത് ബ്രാക്കറ്റിലാണ് എഴുതേണ്ടത്. നമുക്ക് ചോദ്യത്തിൽ ചിലപ്പോൾ PTA പ്രസിഡന്റ് അസ്കർ അലി എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ അധ്യക്ഷൻ എന്നെഴുതിയതിനു ശേഷം ആദ്യം അവരുടെ പേരാണ് എഴുതേണ്ടത്. പിന്നീടാണ് അവർ ഏത് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതേണ്ടത്. ഇനി ഈ പോസ്റ്റ് തയ്യാറാക്കിയ ആളുടെ പേര് അടിയിൽ കൊടുത്തിട്ടുണ്ട്, ശ്രീജ TK. അവരുടെയും പ്രവർത്തന മണ്ഡലം നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, കൺവീനർ കാർഷിക ക്ലബ്ബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കേണ്ടത്. ചെറിയ തോതിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാം. ഇനി പോസ്റ്റർ തയ്യാറാക്കുന്ന വിധം പഠിക്കാം. ഭൂമിക്ക് വേണ്ടി. പ്രകൃതി നശീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഭാവി തലമുറയുടെ നിലനിൽപ്പിനെ ഭീഷണി ഉയർത്തുന്നു. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, കാട്ടുതീ, ഉരുൾപൊട്ടൽ, കടലാക്രമണം, വരൾച്ച, കുടിവെള്ളക്ഷാമം, ശുദ്ധവായുവിന്റെ ലഭ്യതക്കുറവ്, ഉഷ്ണതരംഗം, മഹാമാരി തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ലോകത്തിൽ അസാധാരണമാംവിധം വർദ്ധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇതിലേതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറയും. നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇവിടെ ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറയുന്നത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പോസ്റ്റർ തയ്യാറാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടുകയുള്ളൂ. ഒരു പോസ്റ്റർ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ: കുറഞ്ഞ വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു പോസ്റ്റർ സന്ദേശം, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വാചകം, അല്ലെങ്കിൽ ഒരു മുദ്രാഗീതം. മുദ്രാഗീതം എന്ന് പറഞ്ഞാൽ പാട്ടുപോലെയുള്ള സന്ദേശത്തെയാണ് മുദ്രാഗീതം എന്ന് പറയുന്നത്. സന്ദേശം ഈണത്തിലും താളത്തിലും മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമായിരിക്കണം. ചിത്രങ്ങളും ഔട്ട്ലൈൻ ബോർഡറും വരച്ച് മനോഹരമാക്കാം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ സാധിക്കും. ഇവിടെ പോസ്റ്ററിന് വേണ്ട ചില വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മരം മുറിക്കരുത്, അത് ഭൂമിയുടെ പുതപ്പ്. കാട്ടുതീ തടയുക, കാടിനെ രക്ഷിക്കുക. അവിടെ ഒരു ഈണത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ഭൂമിയെ രക്ഷിക്കുക. കുടിവെള്ളം പാഴാക്കരുത്. നമുക്ക് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പച്ച നിറത്തിലൊരു വര കൊടുത്തിട്ടുണ്ട്. ഈ പച്ച ഹരിതാഭമായ ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ഭൂമിയെ രക്ഷിക്കുക. ഭൂമിയുടെ കുറേ ചിത്രങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്.
കാട്ടുതീ തടയുക, കാടിനെ രക്ഷിക്കൂ. ഭൂമിയാണ് ആ പച്ച നിറത്തിലുള്ള നീളത്തിലുള്ള വര. അവിടെ പലതരം മരങ്ങളും ചെടികളും വളർന്നു നിൽക്കുന്നു. ഇത് കാടിനെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ തീയുമുണ്ട്. അപ്പോൾ കാട്ടുതീ തടയുക, കാടിനെ രക്ഷിക്കുക എന്നുള്ള ഒരു പോസ്റ്റർ ആണ് ഇത്. പോസ്റ്ററിൽ നമ്മൾ ആരാണ് തയ്യാറാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു സന്ദേശം ഉണ്ടായാൽ മതി. പിന്നെ ചിത്രങ്ങൾ രണ്ടാമത്തെ ഘട്ടം. സന്ദേശമാണ് ഏറ്റവും പ്രധാനം. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈണത്തിലുള്ള ഒരു സന്ദേശം നമ്മൾ തീർച്ചയായും ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇന്ന് നമ്മൾ പഠിച്ച ഈ 2 ചോദ്യങ്ങളും നമുക്ക് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി വാർഷിക പരീക്ഷയിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.